ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളെന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം. ഫോർ ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഫോർ ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പൈസ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. അല്ലെങ്കിൽ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും സഫീഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. എന്തൊക്കെ ചെയ്യണം, പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളത് ചിലവാക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ പൈസ പോരാ, കുറച്ച് പൈസയും കൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് ആൾക്കാർ ഒരു നഷ്ടബോധം എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടപ്പെട്ടു പോയി, പക്ഷേ അതൊന്ന് ഓവർകം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് എന്തോ ഒരു കോട്ടം സംഭവിച്ചു. അതിലൊരു വിഷമം നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ്. അത് വിട്ടിട്ട് പോകണോ, അതിൽ തന്നെ നിൽക്കണോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്. ഇപ്പം റിലേഷൻഷിപ്പിൽ ഇന്നലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായ ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഇത് ഇവിടെ തന്നെ തുടർന്നാൽ എങ്ങനെയായിരിക്കും, ഇതിൽ തന്നെ നിന്നാൽ എങ്ങനെയായിരിക്കും, ഇത് മുന്നോട്ട് പോകണോ. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും ഇത് പോകാനും പറ്റുന്നില്ല, അവിടെ തന്നെ നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് ഗൈഡൻസ് എടുക്കാം. ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം അങ്ങോട്ടും കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ള അങ്ങനത്തെ ഒരു ശക്തി ഉണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. അല്ലെങ്കിൽ എന്ത് എനർജിയെയും പ്രതിരോധിക്കാൻ പറ്റുന്ന ധൈര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് പറയേണ്ട സ്ഥലത്ത് ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയേണ്ടി വരും. നമുക്ക് പലപ്പോഴും നോ പറയേണ്ടി വരും. നോ പറയേണ്ടുന്ന അവസ്ഥയിൽ മിണ്ടാതിരുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ നോ പറയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളെ ഓവറായിട്ട് ഭരിക്കാൻ വരുന്ന ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾ അതിന് ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ മാത്രം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അത് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കെട്ടുറപ്പുള്ളൊരു കാര്യമായിരിക്കണം. അതല്ലാതെ നമ്മൾ പുറത്തുനിന്ന് നമ്മളെപ്പോഴും നമ്മളെങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും വർക്ക് പ്ലേസിലൊക്കെ ഇങ്ങോട്ട് മത്സരിക്കുന്ന ആൾക്കാരോട് തിരിച്ചൊരു കാര്യം തിരിച്ചും അങ്ങോട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനത്തെ ഒരു തൻ്റെ ഇടം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുന്നുണ്ട്. ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ റിലേഷൻഷിപ്പിൽ ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു എനർജി, ഒരു ചിന്തിക്കുന്ന എനർജി. കാരണം എന്തോ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുമായിട്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കേണ്ടിയിരുന്നോ, ഇത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷനുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും, ഇത് ഇപ്പോഴേ ഇങ്ങനെ ആയാൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ഒരു കൺഫ്യൂഷനിലാണ് എന്ന് കാണുന്നുണ്ട്. ഹയറഫൻറ്റിൻ്റെ എനർജിയാണ്, ഒരു സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു ഗൈഡൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. നിങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു മെൻറ്ററെ സമീപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ട്രഡീഷൻ്റെ എനർജിയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു, അപ്പം നിങ്ങളുടെ ഫാമിലി ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാരേജ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. വിവാഹം കഴിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കുറേ കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ശേഷം വീണ്ടും ഒന്നിച്ച് വീണ്ടും അത് ഒരു വിവാഹം എന്ന നിലയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചിലപ്പോൾ വിവാഹം ഉറപ്പിച്ചിരുന്ന ആൾക്കാർക്ക് ഇതിനി മുന്നോട്ട് പോകേണ്ടതുണ്ടോ, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് ടെൻസ്ഡ് ആണ് എന്നുള്ളതാണ് കാണുന്നത് കുറേ ആൾക്കാർ. കാരണം എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം അവർ. ഇന്നലെ എന്തെങ്കിലും സ്വപ്നം കണ്ടോ അതിൻ്റെ ഒരു പേടിയായിരിക്കാം. ചിലപ്പോൾ മരിച്ചു പോയ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റി നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലുമോ ഒരു അപകടം പറ്റിയെന്ന് സ്വപ്നം കണ്ട് എണീറ്റ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ഇന്നലെ രാത്രി അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. സ്വപ്നങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക. നമ്മളുടെ ഉള്ളിൽ നമ്മൾ ചില സമയം ചിന്തിക്കുന്ന കാര്യങ്ങൾ സ്വപ്നങ്ങളായിട്ട് നമ്മളെ ഒന്ന് പേടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു സ്വപ്നം കണ്ടതുകൊണ്ട് നമ്മുടെ ലൈഫിലൊന്നും തന്നെ സംഭവിക്കാനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഒരു ടെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂവിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡായി ടെൻഷനും ദേഷ്യവും ഒക്കെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ ഇരുന്നു, വളരെ വിഷമിച്ചിരുന്നു എന്നാണ് കാണുന്നത്. ഡെവിൾ കാർഡാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരിത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു ഡെവിൾ എന്ന് പറയുന്നത് ഇതൊരു അനുഗ്രഹമായിട്ട് കിട്ടുന്നതാണ്. ഡെവിളിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ്, ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഒന്നൊന്ന് ഫ്രീ ആകുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. ചില കെട്ടുപാടുകളിൽ നിന്നും നിങ്ങൾ ഫ്രീ ആയി പോകുന്ന ഒരു എനർജി. ഇതിലൊരു ന്യൂഡിറ്റി ഉണ്ട് കേട്ടോ. അപ്പം അത് യൂട്യൂബ് അത് ന്യൂഡിറ്റി എന്ന് പറഞ്ഞ് ഏജ് റെസ്ട്രിക്ഷൻ വെച്ച് കളയും. അതുകൊണ്ടാണ് ആ കാർഡ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാർഡിനകത്തുള്ളത് ശരിക്കും നിങ്ങൾ കെട്ടുപാടുകളിൽ നിന്നും നിങ്ങൾ വിട്ടുപോകുന്ന ഒരു എനർജി, നിങ്ങളൊരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി. ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരുപാട് ടെൻഷനും ഡിപ്രഷനും ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പൂട്ടിയിട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ഇന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഡാർക്ക് മാജിക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് മാജിക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുന്നുണ്ടായിരിക്കാം. അത് ഏതെങ്കിലും ഹീലിംഗ് സെക്ഷനൊക്കെ എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്തിട്ടോ ഒക്കെ ആ ഒരു നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. 6 ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾ കൊടുത്തത് പൂർണ്ണമായും തിരിച്ച് കിട്ടാത്തൊരവസ്ഥയാണ് ഇത്. 6 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇത് അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ട് ഒരു എഫേർട്ടും എടുക്കുന്നില്ല. നിങ്ങൾ കൊടുക്കുന്നതൊന്നും തിരിച്ചു തരുന്നില്ല. നിങ്ങളൊരു ഗിവിങ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ നിങ്ങളെ യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. എപ്പോഴും നമ്മൾ അങ്ങോട്ട് തന്നെ കൊടുത്ത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി. അത് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി
നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ 7 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ ചെയ്ത ചില കാര്യങ്ങൾ, അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടി എന്നുള്ളതാണ് കാണുന്നത്. പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ ഫലം കിട്ടി, ആ ഒരു ഫലം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു എനർജി, അങ്ങനത്തെ സന്തോഷത്തിലാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഇത് പൈസയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വന്ന് വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട്. ചാരിയറ്റാണ് ഇന്ന് കുറച്ച് ആൾക്കാർക്ക്. ഇതിൽ നേരെ താഴെ വന്നിട്ടുള്ളത് ഒരു 2 ഓഫ് കപ്സിൻ്റെ റിവേഴ്സാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും തമ്മിൽ രണ്ട് കോണിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും തമ്മിലൊരു കണക്ഷനും ഇല്ലാതെ, അല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മെരുക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു അടഞ്ഞ വാതിലിനുള്ളിൽ പൈസ കാത്ത് നിൽക്കുന്ന ദമ്പതികളാണ് അതപ്പോൾ നിങ്ങളെന്തോ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെയോ കയ്യിൽ നിന്നുള്ളൊരു സഹായം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരു കാശൊക്കെ കടം ചോദിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ലോണ് അപ്ലൈ ചെയ്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും കാര്യത്തിന് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന, കുറച്ച് ടെൻഷനോട് കൂടി ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടത്. സ്റ്റാറാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നുള്ളതാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നൊരു സമയമാണ്. കുറച്ച് പക്ഷേ നിങ്ങൾ ആദ്യം ഒന്ന് ടെൻഷൻ എടുപ്പിച്ച് ഒന്ന് നിങ്ങൾ കാത്തിരുന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫലം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാർഡും ന്യൂഡിറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. ഇനി നമുക്ക് നമുക്ക് എടുത്തു നോക്കാം. ടീ ലീഫ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കാം. സൺ കാർഡാണ്. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് സന്തോഷം ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. കുറച്ച് ആദ്യം ഒരു വിഷമവും ടെൻഷനും ഫ്രസ്ട്രേഷനും കാത്തിരിപ്പൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇന്ന് ഉച്ച കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി വളരെ ഹാപ്പിയിൽ പോസിറ്റീവായിട്ടിരിക്കും എന്നുള്ളതാണ്. ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് ആണ്. നിങ്ങൾ സുഖവും സൗഖ്യവും ഒക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ. നിങ്ങൾ മറ്റൊരാളിൽ സന്തോഷം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ബിയറാണ്. ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ് ആണ്. അപ്പം നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ നിന്ന് കാത്തിരിക്കുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. പൈസയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സ്പിയറാണ്. ഹാർട്ട് ടേക്ക് ഓവർ വാട്ട് യു നോ ലോങ്ങർ ഹാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. അത് ഒരുപാട് നീണ്ടു നിൽക്കാത്തൊരു ഹാർട്ട് ബ്രേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കണം. ചെറിയൊരു പ്രശ്നം വരും, പക്ഷെ അതിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. റാറ്റാണ്. സമ്മൺ വർക്കിംഗ് അഗൈൻസ്റ്റ് യു ബിഹൈൻഡ് യുവർ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പം ആരോ നിങ്ങളുടെ പിറകിൽ നിങ്ങൾക്ക് എതിരായിട്ട് ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ടൈഗറാണ്. ഡൂയിങ് സംതിങ് റിസ്ക് ടേക്കിംഗ് എ ചാൻസ്. അപ്പം നിങ്ങൾ എന്തോ ഒരു റിസ്ക് ഉള്ള കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്, ഒരു ചാൻസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൃഷ്ണ ഓറക്കിളിൽ നിന്നും കാർഡ് നോക്കാം. സ്റ്റേ കണക്റ്റഡ് വിതിൻ വന്നിട്ടുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾ സിറ്റ് ക്വയറ്റ്ലി, ക്ലോസ് യുവർ ഐസ് ആൻഡ് കാം യുവർ മൈൻഡ്. നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ഒരിടത്ത് വെറുതെ ഇരുന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പുറത്തെങ്ങും പോകണ്ട, നിങ്ങൾക്ക് ആൻസർ ലഭിക്കാൻ നിങ്ങൾ ആൻസർ തേടി നിങ്ങൾ പുറത്തൊന്നും പോകണ്ട. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ശ്രദ്ധിച്ചാൽ കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ട്രബിളിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ്. യുവർ കോൾ വിൽ ബി ആൻസേർഡ്. നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ദൈവം കാണാതിരിക്കുന്നില്ല, നിങ്ങളെ കേൾക്കാതിരിക്കുന്നില്ല. അപ്പോൾ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാത്തത് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണിത്. ബി ഹംബിൾ ആണ്. ആങ്കർ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ വന്നിട്ടുണ്ട്. ലീവ് യുവർ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻസ് ബിഹൈൻഡ് ആൻഡ് മേക്ക് എ ഫ്രഷ് ബിഗിനിങ് ആണ്. അപ്പം കുറച്ച് ദേഷ്യമുള്ള ആൾക്കാർ അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ്. ഇന്നിപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാരോട് നിങ്ങളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പറയാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരോടുള്ളൊരു ഇതാണ്. ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല ഒരു കാര്യമല്ല. നിങ്ങളത് ഉപേക്ഷിച്ച് കളയാനാണ്. നിങ്ങൾ ക്ഷമ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ന്യൂ ക്രിയേഷൻ ആകാനാണ്. നിങ്ങളൊരു പുതിയ ക്രിയേഷൻ ആകണം. നിങ്ങൾ ഒരു പുതിയ തുടക്കം കൊണ്ടാണ്. നിങ്ങളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്ത് മാറ്റാനാണ് പറയുന്നത്. നിങ്ങളുടെ പഴയ നിങ്ങളെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. നമ്മളുടെ ഉള്ളിലുള്ള കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ് നമ്മളൊരു പുതിയ ഒരു ആളാകാൻ നിങ്ങൾ ശ്രമിക്കാൻ ആണ് എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി.